ഇന്നത്തെ പ്രഭാത ദിനപത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഉക്രൈന്റെ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയും തമ്മിൽ ഗാഠമായ ആലിംഗനത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളോടെയാണ്. ഇതിൽ എന്താണ് കൗതുകമെന്ന് ചോദിച്ചാൽ, സാധാരണ മോദി ചെയ്യുന്നൊരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ ആ രാഷ്ട്ര തലവന്മാരുമായി ആലിംഗന ബന്ധത്തിലൂടെ, അതാണ് ഹഗ് ഡിപ്ലോമസി എന്ന് പറയുക, ഒരു സൗഹൃദം സ്ഥാപിച്ച് അതൊരു വ്യക്തിപരമായ നയതന്ത്രം കൂടിയാണ്. ദേശത്തിന്റെ നയതന്ത്രത്തിനുപരിയായി പ്രധാനമന്ത്രി ഒരു വ്യക്തിപരമായ റാപ്പോ ഇതര ലോക നേതാക്കളുമായി നേടിയെടുക്കുന്ന ഒരു രംഗമാണ്. പക്ഷെ ഇത് പല പുരികങ്ങളും ചുളിയാനുള്ള കാരണം, ഇതേ രംഗം നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുൻപ് മോസ്കോയിൽ വെച്ച് കണ്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദിയുമായി ഗാഠമായ ആലിംഗനത്തിൽ നിൽക്കുന്ന ആ ചിത്രത്തെക്കുറിച്ച് സെലൻസ്കി പറഞ്ഞത് എന്താണ്? ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകത്തെ ഏറ്റവും വലിയ നരാധമനായ രാഷ്ട്രീയ നേതാവുമായി, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ആലിംഗനം ചെയ്ത് നിൽക്കുന്നത് മ്ലേച്ഛമായ അനുഭവമാണ് എന്ന് പറഞ്ഞ അതേ സെലൻസ്കിയെ മോദി ആശ്ലേഷിച്ചുകൊണ്ട് നിൽക്കുന്നത് കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം കൗതുകമാണ്. ഈ അന്തരീക്ഷത്തിൽ എത്തി നിന്നത് എന്തുകൊണ്ട്, എങ്ങനെ? നമുക്കറിയാം, മോസ്കോയുമായി ദീർഘകാലമായുള്ള ബന്ധമാണ്. ഡൽഹി മോസ്കോ ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് ഇന്ത്യ എക്കാലത്തും അന്താരാള ഘട്ടങ്ങളിൽ പോലും സഹായിച്ചത് റഷ്യയാണ്. ചെറുചേര നയത്തിന്റെ കാലങ്ങളിൽ പോലും, ശീതയുദ്ധത്തിന്റെ കാലത്ത് പോലും ഇന്ത്യക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോഴും സഹായവുമായി, സൈനികവും സാമ്പത്തികവുമായ സഹായവുമായി, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സഹായവുമായി ഓടിയെത്തിയത് റഷ്യയാണ്. ഇപ്പോഴും റഷ്യയുമായുള്ള ആ ഊഷ്മള ബന്ധം ഭാരതം നിലനിർത്തുന്നു. ശീതയുദ്ധാനന്തരം നിലനിർത്തി. പ്രത്യേകിച്ച് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം സംഭവിച്ച ഫെബ്രുവരി 2022 ശേഷം ലോകരാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾ പലതും, വെസ്റ്റേൺ ഡെമോക്രസീസ് പലതും റഷ്യ ഉപേക്ഷിച്ചു, റഷ്യയുമായി അയുത്തം പാലിച്ചു. അതായത് റഷ്യൻ ഉൽപ്പന്നങ്ങൾ, റഷ്യ എന്ന രാജ്യത്തെ തന്നെ ബഹിഷ്കരിച്ച സമയത്ത് ഭാരതം റഷ്യയെ കൂടുതൽ പുൽകുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഓയിൽ ട്രേഡ് 10 മടങ്ങ് വർദ്ധിക്കുന്ന കാഴ്ചയാണ്. റൂബിൾ ടേംസിലുള്ള എണ്ണ പ്രകൃതിവാതക കച്ചവടം സാധ്യമായി. അത് മാത്രമല്ല, ആകർഷകമായ നിരക്കുകളിൽ വളരെ ഒപ്പക്ക് നൽകുന്നതിനേക്കാൾ വില കുറച്ച് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങി തുടങ്ങി. അത് നിർണായകമായ ഒരു നീക്കമാണ്. അപ്പൊ ലോകം ഞെരുക്കാൻ നോക്കുമ്പോൾ, 4 പാട് നിന്നുകൊണ്ട് റഷ്യയെ ലോകം ഞെരുക്കാൻ നോക്കുമ്പോൾ ഭാരതം റഷ്യയെ ചേർത്ത് പിടിച്ചു. ഭാരതം മാത്രമല്ല, ചൈനയും. അങ്ങനെയാണ് ആ ഒരു അന്തരീക്ഷത്തെ റഷ്യയും പുടിനും മറികടന്നത്. അങ്ങനെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം മോദിയുടെ ഉക്രൈൻ സന്ദർശനത്തെയും അതിനു മുമ്പ് നടന്ന റഷ്യൻ സന്ദർശനത്തിനെയും താരതമ്യപ്പെടുത്തി നോക്കേണ്ടത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യയുമായി ഇന്ത്യക്കുള്ള ഉഭയകക്ഷി വ്യാപാരം വാർഷിക കണക്കിൽ $65 ബില്യൺ വർത്ത് ബൈലാറ്ററൽ ട്രേഡ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഇന്ത്യ. അതേസമയം ഉക്രൈനുമായുള്ള കച്ചവടം കേവലം $6 ബില്യൺ താഴെയാണ്. അതായത് ഉക്രൈനുമായി നമുക്കുള്ള കച്ചവടത്തിന്റെ 10 ഇരട്ടിയിലധികമാണ് റഷ്യയുമായി നമുക്കുള്ള കച്ചവടം. കച്ചവടം മാത്രമല്ല, സൈനിക സഹകരണം, നമ്മുടെ സൈനിക എക്യുപ്മെന്റ്സിന്റെ സിംഹഭാഗവും വരുന്നത് റഷ്യയിൽ നിന്നാണ്. ഏതാണ്ട് 60% സൈനിക പർച്ചേസുകൾ ചരിത്രപരമായ റഷ്യയിൽ നിന്നാണ്. ഇന്നത് ഏതാണ്ട് 50-52% കുറച്ചുകൊണ്ട് വന്നു എങ്കിൽ പോലും നമ്മുടെ സ്പെയർ പാർട്ടുകൾ, സൈനിക ഉപകരണങ്ങളുടെ സ്പെയർ പാർട്ടുകളും തുടർന്നുള്ള ടെക്നോളജിയും ലഭിക്കണമെങ്കിൽ റഷ്യയെ ആശ്രയിച്ചേ പറ്റൂ. ഉക്രൈനിൽ നിന്നും നമുക്ക് സൈനിക സഹകരണം ലഭിക്കുന്നുണ്ട്. നമ്മുടെ എയർക്രാഫ്റ്റുകളുടെ മെയിൻ്റനൻസ്, ആന്റനോവ് പോലെയുള്ള എയർക്രാഫ്റ്റുകളുടെ ഉത്പാദനം ചരിത്രപരമായ സോവിയറ്റ് യൂണിയനിലായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ഉക്രൈൻ അന്ന് 91 സ്വാതന്ത്ര്യം പ്രാപിച്ച് വിഘടിച്ച് പോയതിനു ശേഷവും ആ ബന്ധം നമ്മൾ തുടർന്നു. അതുകൊണ്ട് ആന്റനോവ് വിമാനങ്ങളുടെ സ്പെയർ പാർട്ടുകൾ ഉൾപ്പെടെ, അതുപോലെ ഈ വിമാനങ്ങൾ നവീകരിക്കുന്നതിന് ഭാഗമായി ഏതാനും വിമാനങ്ങൾ ഇന്ത്യയിലും ഏതാനും വിമാനങ്ങൾ ഉക്രൈനിൽ അയച്ചും അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതുകൊണ്ട് ആ ഒരു ബന്ധവും നമുക്ക് വേണ്ട എന്ന് വെക്കാനാവില്ല. അതുകൊണ്ട് വ്യാപാരപരവും സൈനികപരവുമായ വലിയ ബന്ധങ്ങൾ ഇന്ത്യയും റഷ്യയും തമ്മിലും ഇന്ത്യയും ഉക്രൈനും തമ്മിലും ഉണ്ട് എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. എങ്കിലും റഷ്യയുമായുള്ള കച്ചവടം ഒരു പണത്തൂക്കം മുകളിൽ നിൽക്കുന്നു. അതുകൊണ്ടാവണം ഒരു പക്ഷേ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന വിദേശ നയത്തെക്കുറിച്ച് നമ്മൾ വാദോരാ സംസാരിക്കുമ്പോഴും ഒരു പ്രത്യേക ക്യാമ്പ് ഫോളോവർ സ്റ്റേറ്റസ് നമുക്കില്ല. ചെറുചേര നയത്തിന്റെ
ചുവട് പിടിച്ചുകൊണ്ട് തന്നെ വിഷയാധിഷ്ഠിതമായി ലോകരാജ്യങ്ങളിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രതികരിക്കുന്ന ഭാരതത്തെ നമ്മൾ ചരിത്രപരമായി കാണുന്നു. ഈ അടുത്ത സമയത്തൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം നടന്നതിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിലും സെക്യൂരിറ്റി കൗൺസിലും ഒക്കെ നടന്ന വോട്ടെടുപ്പുകളിൽ നിന്നും പലപ്പോഴും ഇന്ത്യ തന്ത്രപരമായി വിട്ടുനിന്നത് റഷ്യയെ സഹായിക്കാനാണ് എന്ന ആക്ഷേപം പാശ്ചാത്യ ലോകത്ത് വ്യാപകമായുണ്ട്. അത് മാത്രമല്ല, റഷ്യ സന്ദർശനം, മോദിയുടെ റഷ്യ സന്ദർശനം നടന്ന ആ ദിവസം രാവിലെയാണ് ഉക്രൈനിലെ തലസ്ഥാനമായ കീവിനടുത്തുള്ള ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ബോംബ് വന്ന് പതിച്ചത്, മിസൈൽ വർഷമുണ്ടായത്. 41 പേരാണ് അവിടെ പെട്ടെന്ന് മരിച്ചത്. ഇത് വലിയ വലിയ തോതിൽ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയെ കുറ്റപ്പെടുത്തുക എന്നതല്ല, മറിച്ച് ആ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഒരു സ്ട്രാറ്റജിക് ടൈമിംഗ് ആയിരുന്നു. അതുകൊണ്ട് മോദിയുടെ മുഖം കുറച്ചൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച, ഇന്ത്യയുടെ മുഖവും കുറച്ചൊക്കെ നഷ്ടപ്പെടുന്ന, ഇതാരും ഇന്ത്യ വരുത്തി വെച്ചൊരു കാര്യമല്ല, അതറിയാം എല്ലാവർക്കും. പക്ഷേ ഇങ്ങനെയൊരു വിസിറ്റ് അന്ന് വേണമായിരുന്നോ എന്നൊരു സംശയമുണ്ട്. അതുകൂടി പരിഹരിക്കാനാണ് മോദി ഒരു മാസത്തിന് ശേഷം ജൂലൈ ആദ്യം നടന്ന മോസ്കോ സന്ദർശനത്തിന് ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഉക്രൈൻ സന്ദർശനം നടന്നിരിക്കുന്നത്. ഒരു മാസത്തിന് ശേഷം എന്ന് കൂട്ടാം. ഉക്രൈൻ മാത്രമല്ല, പോളണ്ടിലാണ് അദ്ദേഹം ചെന്നിറങ്ങിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് തലസ്ഥാനമായ വാൾസോയിൽ ചെന്നിറങ്ങി പോളണ്ടിന്റെ രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ച് അതിനുശേഷമാണ്, പോളണ്ടിലും 4000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വംശജരായ ആളുകളുണ്ട്. അത് മാത്രമല്ല, പോളണ്ടുമായുള്ള നമ്മുടെ ചരിത്രപരമായ ബന്ധം, പോളണ്ടിൽ എത്തുന്ന ഈ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിനുള്ളിൽ പോളണ്ടിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അന്ന് ജനതാ പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് 1970-കളുടെ അവസാനം മൊറാർജി ദേശായി ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏറ്റവും അവസാനം പോളണ്ട് സന്ദർശിച്ച പ്രധാനമന്ത്രി. അതുകൊണ്ട് ആ സന്ദർശനത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇൻഡോ പോളിഷ് റിലേഷൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഉക്രൈൻ ക്രൈസിസിന്റെ സമയത്ത്, റഷ്യൻ ആക്രമണം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു കൊണ്ടുവന്നതിന് പോളണ്ട് വലിയൊരു കൈത്താങ്ങൽ നൽകി. അതിനുള്ള നന്ദി പറയാൻ വേണ്ടി കൂടിയാണ് മോദി അവിടെ ചെന്നത്. അതിനുശേഷം ഉക്രൈനിലേക്ക് എത്തിയത് റോഡ് മാർഗം 10 മണിക്കൂർ ട്രെയിൻ മാർഗം സഞ്ചരിച്ച് ഉക്രൈനിലേക്ക് എത്തിയ മോദി, എന്തിന് ട്രെയിൻ മാർഗം എന്ന് നമുക്ക് ചോദിക്കാം. ട്രെയിൻ മാർഗമേ സഞ്ചരിക്കാനാവൂ. വ്യോമ പ്രതിരോധം, വ്യോമ ആക്രമണങ്ങൾ എപ്പോഴും ഉണ്ടാകാം. മിസൈലുകൾ തലങ്ങും വിലങ്ങും പായുന്ന ആ പ്രദേശത്തു കൂടി വ്യോമ ഗതാഗതം സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവുകൊണ്ടാണ് പല രാജ്യ നേതാക്കന്മാരും ഉക്രൈനിലെ കീവ് സന്ദർശിക്കുന്നത്. പോളണ്ടിലോ അയൽ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇറങ്ങിയതിനു ശേഷം വരികയാണ് പതിവ്. മോദിയും അത് തന്നെ ചെയ്തു. 10 മണിക്കൂർ യാത്ര ചെയ്ത് കിയേവിന്റെ മണ്ണിൽ ആദ്യം കാലുകുത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ഖ്യാതിയാണ് നരേന്ദ്രമോദിയെ കാത്തിരുന്നത്. നമുക്കറിയാം, ഉക്രൈൻ രൂപീകരിച്ച 1991 ശേഷം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയും ഉക്രൈനിൽ ഒഫീഷ്യൽ വിസിറ്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായി മോദിയുടെ സന്ദർശനത്തിന് അതിൻ്റെതായ പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പൊ ഏറെ കരാറുകളൊന്നും ഒപ്പുവെക്കും എന്ന പ്രതീക്ഷയൊന്നും തന്നെ ഇല്ലായിരുന്നു. അത് സംഭവിച്ചിട്ടുമില്ല. പക്ഷെ 4 കരാറുകൾ, തന്ത്രപ്രധാനമൊന്നും പറയാനാവില്ല. ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ കൂടുതൽ സഹകരണം, അതുപോലെ കാർഷിക രംഗത്തെ സഹകരണം. കാർഷിക രംഗത്ത് ഉക്രൈൻ ഒരു വൻ ശക്തിയാണ്. കാരണം ധാന്യ കലവറ, യൂറോപ്പിന്റെ ഗ്രാനറി അല്ലെങ്കിൽ ധാന്യ കലവറ എന്നാണല്ലോ ഉക്രൈനെ അറിയുന്നത്. ഏറെ ഗോതമ്പ്, ചോളമൊക്കെയുള്ള രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാർഷിക രംഗത്തെ സഹകരണം, അതുപോലെ 4 വ്യത്യസ്തമായ കരാറുകൾ, ഇത് മാത്രമാണ് മോദി ഒപ്പുവെച്ചത്. പക്ഷേ മോദിയുടെ സന്ദർശനം ഈ കരാറുകളുടെ പേരിലല്ല അറിയപ്പെടുന്നത്, മറിച്ച് മോദി എന്തു പറഞ്ഞു എന്നതാണ്. മോദി പറഞ്ഞത് പ്രതീക്ഷിക്കപ്പെട്ട കാര്യം തന്നെയാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം, ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിൽ എത്തി പരിഹരിക്കണം. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇന്ത്യയുടെ വലിപ്പം റഷ്യയെക്കാളും ഉക്രൈനേക്കാളും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ഭാരതം. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മധ്യസ്ഥത വഹിക്കുന്നതിന് എന്താണ് തടസ്സം? കാരണം റഷ്യയുമായും ഉക്രൈനുമായും, അതായത് റഷ്യൻ ചേരിയുമായും പാശ്ചാത്യ ചേരിയുമായും ഏതാണ് തുല്യ അകലം ഇപ്പോഴും പാലിക്കുന്നു എന്ന് കരുതുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കും ഉക്രൈനും ആശ്രയിക്കാവുന്ന മറ്റൊരു ലോകരാജ്യങ്ങളുമില്ല. ചൈന റഷ്യയുടെ കൂടെയാണ് ആ വിഷയത്തിൽ. അമേരിക്കയുടെ ഒപ്പമാണ് യൂറോപ്യൻ സമൂഹം. അമേരിക്കയാണെങ്കിൽ റഷ്യയുടെ ശത്രുപക്ഷത്തുമാണ്. ഇവർക്കൊന്നും തന്നെ മധ്യസ്ഥത വഹിക്കാനാവില്ല. പിന്നീട് എന്തുകൊണ്ട് മോദിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് മധ്യസ്ഥനായിക്കൂടാ? പക്ഷെ ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് ബൈലാറ്ററലിസമാണ്. ഷിംല കരാറിന് ശേഷമുള്ള ഭാരതത്തിന്റെ നയം അല്ലെ, 1972 പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിന് അവസാനം ഷിംലയിൽ വെച്ച് ഒപ്പിട്ട ഇൻഡോ പാക് കരാർ, അതാണല്ലോ ബൈലാറ്ററലിസം. 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ നേരിട്ടുള്ള ചർച്ചകളിൽ പരിഹരിക്കണം എന്ന് ഭാരതത്തിന്റെ നിലപാട്.
അതെങ്ങനെയാണ് ഉക്രൈൻ റഷ്യ വിഷയത്തിൽ എങ്ങനെയാണ് തിരുത്തി പറയുക? അതുകൊണ്ട് ഭാരതം മധ്യസ്ഥത വഹിക്കാനില്ല. ഗാന്ധിയൻ മാർഗത്തെക്കുറിച്ചും പരസ്പരം വിട്ടുവീഴ്ചയെക്കുറിച്ചും ശിശുക്കളുടെ മരണത്തിൽ ഉണ്ടാകുന്ന മനുഷ്യാവകാശ നല്ല സാധാരണക്കാരുടെ മരണത്തിൽ ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചും ഒക്കെ പൊളിറ്റിക്കലി കറക്റ്റ് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് മോദി തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇത് പ്രതീക്ഷിക്കപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യ മധ്യസ്ഥത വഹിക്കാനില്ല. പക്ഷേ ഉഭയകക്ഷി ചർച്ചകൾ സുഗമമാക്കുന്നതിന് വേണ്ട അന്താരാഷ്ട്ര ഇടപെടലുകളും സമ്മർദ്ദങ്ങളും നടത്താൻ, അതാണ് പ്രധാനം, സമ്മർദ്ദങ്ങൾ നടത്താൻ ഇന്ത്യ സന്നദ്ധമാണ്. അതായത് പാശ്ചാത്യ ചേരിയിലെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായി രാജ്യങ്ങളുമായി സംസാരിക്കാനും റഷ്യയുമായി വേറിട്ട് സംസാരിക്കാനും ഇന്ന് കഴിയുന്ന അത്യപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം. ആ സെൻസിൽ നോക്കുമ്പോൾ കളമൊരുക്കുന്നതിന് ഈ യുദ്ധം എന്തെങ്കിലും ഒന്ന് അവസാനിക്കണമല്ലോ. 900 ദിവസത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധം ഒന്ന് അവസാനിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചില ഇടപെടലുകൾ, നേരിട്ടുള്ള ഇടപെടലല്ല, മധ്യസ്ഥതയല്ല, മറിച്ച് കളമൊരുക്കുന്ന ഇടപെടലിന് ഇന്ത്യക്കും അതിൻ്റെതായ ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിയും എന്നത് ശുഭോദർക്കമായ കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി, മധ്യ യൂറോപ്പ്, ഇവിടെയാണല്ലോ ഉക്രൈൻ, കിഴക്കൻ യൂറോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മധ്യ യൂറോപ്പ്, കിഴക്കൻ യൂറോപ്പ് മേഖല, റഷ്യയും ഉക്രൈനും ഓസ്ട്രിയയും എല്ലാം ചേരുന്ന, അതുപോലെ പോളണ്ടും എല്ലാം ചേരുന്ന കിഴക്ക് മധ്യ യൂറോപ്യൻ പ്രദേശത്തേക്ക് ഇന്ത്യയുടെ ശ്രദ്ധ ഈ അടുത്ത കാലത്ത് കൂടുതലായി പോകുന്നു. മധ്യേഷ്യയിലേക്കും ശ്രദ്ധ പോകുന്നുണ്ട്. കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ടർക്ക്മേനിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നീ മേഖലകൾ അടങ്ങുന്നത് പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളാണ്. അതിന് സ്വതന്ത്ര രാജ്യങ്ങളാണ്. അവിടെയാണ് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ഒക്കെ വലിയ നിക്ഷേപമുള്ള, പ്രത്യേകിച്ച് CNG LNG ഉൽപാദനത്തിന് വലിയ ഒരു സാധ്യതയുള്ള പ്രദേശമാണ്. ആ ഇന്ധനം ഇന്ത്യയിൽ എത്തിക്കാനാവുമോ എന്നൊരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ ഇന്ധനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും ഏറെ വളർച്ചാ സാധ്യതയുള്ള പടിഞ്ഞാറൻ യൂറോപ്പിലെ ബിഗ് ഫോറിനേക്കാൾ, അതായത് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഇംഗ്ലണ്ട് എന്നീ ബിഗ് ഫോറിനേക്കാൾ കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള കിഴക്കൻ യൂറോപ്പിലേക്ക്, പ്രത്യേകിച്ചും മധ്യ കിഴക്കൻ യൂറോപ്പിലേക്ക് ശ്രദ്ധ പതിയുന്ന ഇന്ത്യയുടെ വിദേശ നയവും ഇവിടെ കാണുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിന്, റഷ്യ സന്ദർശനത്തിനോടൊപ്പം തന്നെ ഓസ്ട്രിയയും സന്ദർശിച്ചു എന്ന് ഓർക്കണം. ഇപ്പോൾ ഇതാ ഒരു മാസം കഴിഞ്ഞപ്പോൾ പോളണ്ട് ആൻഡ് ഉക്രൈൻ, അങ്ങനെ ഈ 4 പ്രധാനപ്പെട്ട മേഖലയിലെ 4 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ഒരു വൈവിധ്യമാർന്ന വിദേശ നയം, അതാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നത്. നമുക്ക് ഓരോ രാജ്യങ്ങളുമായും പ്രത്യേകമായ സവിശേഷമായ ബന്ധമുണ്ട്. നമുക്കൊരു ക്യാമ്പ് ഫോളോവർ സ്റ്റേറ്റസ് ഇല്ല എന്നതിന്റെ ഒരിക്കൽ കൂടിയുള്ള പ്രഖ്യാപനമായി നമുക്ക് ഇതിനെ കാണാം. അതുകൊണ്ട് റഷ്യയോട് ബന്ധമുള്ളത് കൊണ്ട് നമ്മൾ ഉക്രൈനോട് കൂട്ടുവെട്ടി എന്ന് അർത്ഥമില്ല, അല്ലെങ്കിൽ പാശ്ചാത്യ ചേരിയോട് അടുത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഉക്രൈനെ അന്ധമായി പിന്തുണയ്ക്കാനും നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് ഒരു ബാലൻസ് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ആവശ്യം വേണ്ട ഒരു ബാലൻസ് ആൻഡ് സോളിഡിറ്റി കൊണ്ടുവരാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിച്ചു എന്നും ഇന്ത്യക്കേറ്റ ചെറിയ കളങ്കം റഷ്യയെ കണ്ണുമടച്ച് സഹായിച്ചോ എന്നൊരു ആക്ഷേപവും ഒരു ആരോപണവും ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് മെലോ ഡൗൺ ചെയ്തെടുക്കാനും ഈ സന്ദർശനം സഹായകരമായി എന്നാണ് പൊതുവെ കരുതുന്നത്.